നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ദേശീയ തലത്തിലെ വാർത്തകൾ, സംഭവ വികാസങ്ങൾ, മറ്റ് വിശേഷങ്ങളൊക്കെയായി നേഷൻ ഫസ്റ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒട്ടനേകം വാർത്തകൾ ദേശീയ തലത്തിൽ സംഭവിക്കാനുണ്ട്. ദേശീയ തലത്തിൽ ഒട്ടനവധിയായ വാർത്തകൾ കഴിഞ്ഞ രാത്രിയിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ വാർത്തകളിലേക്ക്, ഓരോ വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തേത് കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കറിയാം, കുറേ അധികം ദിവസങ്ങളായി ഈ പാറ്റ പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരത്തിലാണ്. അത് മാത്രമല്ല, അത് പതിയെ കർഷക സമരക്കാർ പിന്തുണയുമായി വന്നു. ഇപ്പോഴത് ഷഹീൻ ബാഗിന് തുല്യമായ രീതിയിൽ ഈ ജിഹാദി സംഘടനകൾ ഏറ്റെടുത്ത് അവരാണ് അതിനെ ഫണ്ട് ചെയ്യുന്നതും അവർക്ക് ഭക്ഷണം നൽകുന്നതും ഒക്കെ. ഇപ്പോൾ സോനം വാങ്ചുക്ക് ഏതാണ്ട് 6 ദിവസമായി അവിടെ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. അതിന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ്, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഇപ്പോൾ ഈ സമരം നടക്കുകയും ചെയ്യുന്നത്, നിരാഹാര സമരം. 6 ദിവസം പിന്നിടുമ്പോഴും ഒരു തരത്തിലുള്ള തിരിഞ്ഞു നോക്കലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ലഡാക്കിൽ കലാപം അഴിച്ചുവിട്ട് ലഡാക്കിൽ യുവാക്കളെ നിരത്തിലിറക്കി ലഡാക്കിൽ വലിയ സംഘർഷത്തിന് തിരികൊളുത്തിയ സോനം വാങ്ചുക്ക് പക്ഷേ ഡൽഹിയിലെത്തി 6 ദിവസം നിരാഹാരം പിന്നിടുമ്പോഴും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഷഹീൻ ബാഗ് മോഡൽ സമരം നടത്തിയ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. യോഗേന്ദ്ര യാദവിനെ പോലെ കുറച്ച് പേർ വന്നിട്ടുണ്ട്. MA ബേബി പിന്തുണ അറിയിക്കാൻ വന്നിരുന്നു. അതോടൊപ്പം ഈ പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഈ സമരത്തിന് പിന്തുണയുമായി വന്നു എന്നതൊഴിച്ചാൽ ആരും ഈ പാർട്ടിയെ തിരിഞ്ഞു നോക്കുന്നതുമില്ല, ഇവർ നടത്തുന്ന സമരത്തിന് പിന്തുണ നൽകുന്നതുമില്ല. അങ്ങനെ പാറ്റകളുടെ സമരം അത് ദയനീയമായി പരാജയപ്പെടുന്നു എന്ന വാർത്ത ദേശീയ തലസ്ഥാനത്ത് നിന്നും അറിയിക്കുകയാണ്. ഒരു സന്തോഷ വാർത്തയോടെയാണ് അങ്ങനെ നമ്മൾ ഇത് തുടങ്ങുന്നത്. പ്രിയ പ്രേക്ഷകരെ, മറ്റ് വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. പാക് അധീന കശ്മീരിൽ നിന്നാണ് ആ വാർത്ത പുറത്തു വരുന്നത്. പാക് അധീന ജമ്മു കശ്മീരിൽ പ്രക്ഷോഭം ശക്തമാക്കി ജനങ്ങൾ എന്നുള്ളതാണ് വാർത്ത. ജൂലൈ 5 ഐക്യദാർഢ്യ ദിനമായി ആചരിക്കാനാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലെ പാക് നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുന്നിൽ പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ നിന്നുള്ളവർ പ്രതിഷേധിക്കും എന്നും വാർത്ത വരുന്നു. പാക് അധിനിവേശ കശ്മീരിൽ പാക് ഭരണകൂടവും സാമ്പത്തിക ഉപരോധവും യാത്രാവിലക്കും ഏർപ്പെടുത്തി എന്നാണ് പ്രക്ഷോഭകർ പറയുന്നത്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവ് ഷൗക്കത്ത് നവാസ് മീറിനെ അടക്കം 600ഓളം പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. പാക് ഭരണകൂടവും സൈന്യവും ജനങ്ങളെ അടിച്ചമർത്തുന്നത് അംഗീകരിക്കില്ല എന്നാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നത് വരെ നമ്മുടെ ജമ്മു കശ്മീരിൽ പാകിസ്ഥാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം മുതലും പലിശയും ചേർത്ത് അവർക്കിപ്പോൾ തിരിച്ചു കിട്ടുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ ജനങ്ങൾ പാക് ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ജൂലൈ 5 മറ്റന്നാൾ അവർ ഐക്യദാർഢ്യ ദിനം ആചരിക്കാൻ പോകുന്നു. അവിടെ നിന്നുള്ള 180-ലേറെ പാക് സൈനിക ഉദ്യോഗസ്ഥർ രാജിവെച്ചിരിക്കുന്നു. പാകിസ്ഥാൻ സമാനതകളില്ലാത്ത പ്രതിഷേധം ഈ പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ നിന്നും നേരിടുന്നു എന്നതാണ് വാർത്ത. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ജമ്മു കശ്മീരിൽ, ഭാരതത്തിൻ്റെ കൈവശമുള്ള ജമ്മു കശ്മീരിൽ ചെയ്തു കൂട്ടിയതിനൊക്കെ സ്വന്തം മണ്ണിൽ തിരിച്ചടി വാങ്ങുകയാണ്, വിതച്ചത് കൊയ്യുകയാണ് പാകിസ്ഥാൻ. പ്രിയ പ്രേക്ഷകരെ, മറ്റ് വാർത്തകളിലേക്ക് കൂടി വളരെ വേഗം പോവുകയാണ്. ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. അതായത്, ആഗോള പ്രതിരോധ വിപണിയിൽ കരുത്തറിയിച്ച് ഇന്ത്യയുടെ കുതിപ്പ് തുടരുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈലുകൾക്കായി ഗൾഫ് രാജ്യങ്ങളും ഈജിപ്റ്റ്, തായ്ലൻഡ്, ബ്രസീൽ, ചിലി എന്നീ രാജ്യങ്ങളും താൽപ്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ഫിലിപ്പീൻസ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുമായി ഭാരതം കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇന്തോനേഷ്യയുമായുള്ള കരാർ അവസാന ഘട്ടത്തിലുമാണ്. ഭാരതത്തിൻ്റെ പ്രതിരോധ കയറ്റുമതി ഏഷ്യ വൻകരയ്ക്കപ്പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
നേരത്തെ സൈപ്രസ്, ഗ്രീസ്, നോർഡിക് രാജ്യങ്ങൾ തുടങ്ങിയവർ ഭാരതത്തിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ താൽപ്പര്യം അറിയിച്ചിരുന്നു. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ ഈ ഭാരതത്തിൻ്റെ ഈ പ്രതിരോധ രംഗത്തെ അജയ്യമായ ശക്തി ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത നിമിഷമാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ സമയത്ത് പാകിസ്ഥാനെതിരെ ശക്തമായ ആക്രമണം ബ്രഹ്മോസ് ഉപയോഗിച്ച് നമ്മൾ നടത്തിയിരുന്നു. ഈ അടുത്തിടെയാണ് ഏതാണ്ട് 19 ബ്രഹ്മോസ് മിസൈലുകൾ നമ്മൾ പാകിസ്ഥാനിലേക്ക് അയച്ചു എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെടുകയും ഉണ്ടായത്. അവരുടെ ആണവായുധം ശേഖരിച്ച് വെച്ചിരിക്കുന്ന കിരാന കുന്നുകൾക്ക് സമീപം വരെ നമ്മളുടെ ബ്രഹ്മോസ് മിസൈലുകൾ ചെന്ന് വീണു എന്ന വാർത്തയും ഇടയ്ക്ക് വരികയുണ്ടായി. എന്തായാലും ബ്രഹ്മോസിന്റെ ശക്തി വളരെ കൃത്യമായി ഈ ലോകരാജ്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ നമ്മുടെ ബ്രഹ്മോസിന് വേണ്ടിയുള്ള ആവശ്യക്കാർ കൂടിക്കൂടി വരുന്നത്. പ്രിയ പ്രേക്ഷകരെ, മറ്റ് വാർത്തയിലേക്ക് പോകുന്നു. ബ്രഹ്മോസിൽ നിന്നും അത് തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ യഥാർത്ഥ അവകാശം സംബന്ധിച്ച തർക്കത്തിൽ നിർണായക നീക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നു എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നയിക്കുന്ന വിഭാഗത്തിനും വിമത നേതാവ് ഋതബ്രത ബാനർജി നയിക്കുന്ന വിഭാഗത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു എന്നതാണ് വാർത്ത. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ അറിയിപ്പിൽ തങ്ങളുടെ വിഭാഗമാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന അവകാശവാദം ഉന്നയിച്ച് ഇരു വിഭാഗങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം, ബാങ്ക് അക്കൗണ്ടുകൾ, അംഗീകൃത ഒപ്പിടൽ അധികാരം, സംഘടനാ ഘടന എന്നിവയുടെ നിയന്ത്രണത്തിന് ഏത് വിഭാഗത്തിനാണ് നിയമപരമായ അവകാശമെന്നത് സംബന്ധിച്ച വിഷയം കമ്മീഷൻ പരിശോധിക്കും എന്നും വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇരു വിഭാഗങ്ങളുടെയും വിശദീകരണങ്ങളും അനുബന്ധ രേഖകളും പരിശോധിച്ച ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർ നടപടികളെക്കുറിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുക. അപ്പോൾ മമതാ ബാനർജിക്കാണോ ഋതബ്രത ബാനർജിക്കാണോ ഈ തൃണമൂൽ കോൺഗ്രസിനെ കിട്ടാൻ പോകുന്നത് എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഋതബ്രത ബാനർജിക്കൊപ്പമാണ് ഭൂരിഭാഗം MLA-മാരും ഉള്ളത്. നാമമാത്രമായ MLA-മാർ മാത്രമാണ് നിലവിൽ മമതാ ബാനർജിയുടെ കൂടെ നിൽക്കുന്നത്. ഇനി MP-മാരുടെ കണക്കെടുത്താലും മമതയെ വിട്ട് MP-മാർ പുതിയ പാർട്ടിയിലേക്ക് NCPI എന്ന പാർട്ടിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ് ആർക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഇനി പ്രേക്ഷകർക്ക് രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യമില്ല. മമതാ ബാനർജിക്ക് തെരഞ്ഞെടുപ്പിൽ തോറ്റു, സ്വന്തം MP-മാർ പോയി, MLA-മാർ പോയി, ഇതാ പാർട്ടിയും കൈവിടാൻ ഒരുങ്ങുന്നു. ഇതിനിടെ ഇന്നലെ ജയാ ബച്ചൻ മമതാ ബാനർജിയെ വന്ന് കണ്ടു കൊൽക്കത്തയിൽ എന്നതാണ് വാർത്ത. സമാജ്വാദി പാർട്ടിയിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്നാണ് ജയാ ബച്ചൻ ചോദിച്ചത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മമതാ ബാനർജിക്ക് താല്പര്യമുണ്ടെങ്കിൽ PV അൻവർ സാഹിബ് മുമ്പ് നിങ്ങൾക്കൊപ്പമായിരുന്നു തൃണമൂൽ കോൺഗ്രസിൽ, ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റ് ചില പാർട്ടികളുണ്ട് എന്നാണ് പറയുന്നത്. PV അൻവർ സാഹിബിനൊപ്പം ചേർന്ന് വിശാല പാർട്ടിയായി ഈ രാജ്യത്ത് മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കാനുള്ള അവസരവും ഉണ്ട്. ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ അനുഭവിക്കാതെ ആരും പോകില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് ഓർക്കണം. അപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് കൂടി പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേയി തകായിച്ചിയും ഇന്നലെ നടന്ന 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരവാദത്തെ ശക്തമായി അപലപിച്ചു എന്നതാണ് വാർത്ത. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ വാർത്തയാണത്. ജപ്പാൻ എന്ന ഭാരതത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളി ഭാരതത്തിനൊപ്പം ചേർന്ന് പാകിസ്ഥാന്റെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ തീവ്രവാദത്തിനെതിരെ പ്രതിഷേധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അപലപിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ നാണം കെട്ട് തലതാഴ്ത്തുന്നു. അതൊരു ഭീകര രാഷ്ട്രമാണെന്ന് ലോകരാജ്യങ്ങൾ പോലും, വികസിത രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഭാരതത്തിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദികളെന്ന് ആരോപിക്കപ്പെടുന്ന ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ സംഘടനകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഇരു നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വാർത്ത. കഴിഞ്ഞ വർഷം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ഇരു നേതാക്കളും അപലപിച്ചിട്ടുണ്ട്. 2025 ജൂലൈ 29 UN സെക്യൂരിറ്റി കൗൺസിൽ മോണിറ്ററിംഗ് ടീം റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് സംബന്ധിച്ചും അവർ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി എന്നതാണ് വാർത്ത. 2025 നവംബറിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ റെഡ് ഫോർട്ട് പരിസരത്ത് നടന്ന സ്ഫോടനത്തെയും
സംയുക്ത പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളും അപലപിച്ചു. അത് പാകിസ്ഥാൻ പിന്തുണയോടെ പാക് സ്പോൺസേഡ് സ്ഫോടനമാണ് റെഡ് ഫോർട്ടിൽ നടന്നത് എന്നതാണ് നമുക്ക് അന്ന് തന്നെ കിട്ടിയ വിവരം. ഞാൻ ആ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാനടക്കം പോയിരുന്നു. പിന്നീട് NIA ആ കേസ് അന്വേഷിച്ച് പാകിസ്ഥാന്റെ പിന്തുണയോടെയുള്ള സ്ഫോടനമാണ് നടന്നത് എന്ന് തെളിയിക്കുകയും ചെയ്തു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കുറേയധികം ഡോക്ടർമാരാണ് എന്നതുകൂടി ഈ നിമിഷത്തിൽ നമ്മൾ വളരെ ആശങ്കയോടെ ഓർക്കുകയുമാണ്. കാരണം ഇവരൊക്കെയാണ് ഇത്രയും കാലം രോഗികളെ ചികിത്സിച്ചിരുന്നത്, ഇതര മതസ്ഥരായ ആളുകളെ ചികിത്സിച്ചിരുന്നത്. എന്തെങ്കിലും കുത്തിവെച്ച് കൊല്ലാൻ ഇവർ മടിക്കില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് ആ ശങ്ക കൂടുന്നതും. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് കൂടി വളരെ വേഗം പോവുകയാണ്. അത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ബംഗ്ലാദേശ് അവിടെ ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിന് ശേഷം നമുക്ക് വലിയ ബാധ്യത ആയി മാറിയിരുന്ന ഒരു സ്ഥലമാണ്. അത് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി, ഈ ബംഗ്ലാദേശികളെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന മമതാ ബാനർജിയെ പുറത്താക്കി ആ സംസ്ഥാനം പിടിച്ചെടുത്തതിന് ശേഷം അനധികൃതമായി രാജ്യത്തേക്ക് കുടിയേറിയ ബംഗ്ലാദേശികളെ ഓരോരുത്തരെയായി പുറത്താക്കുകയാണ് ഭാരതം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇപ്രകാരമാണ്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ഭഗവാൻഗോള റെയിൽവേ സ്റ്റേഷനിൽ പരിസരത്ത് നടത്തിയ പരിശോധനയിൽ 9 ബംഗ്ലാദേശ് പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതാണ് വാർത്ത. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടുകയുണ്ടായത്. ഇവർ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തിരുന്നതായും പിടിയിലാകുന്നതിന് മുൻപ് ബംഗ്ലാദേശിൽ മടങ്ങാൻ ശ്രമിക്കുകയായിരുന്നു എന്നുമാണ് പോലീസിന്റെ നിഗമനം. കൂടുതൽ അന്വേഷണം നടത്തുന്നു. നിങ്ങൾക്കറിയാം, കേരളത്തിൽ കരുനാഗപ്പള്ളിയിലും കൊട്ടാരക്കരയിലുമൊക്കെ, കൊല്ലം ജില്ലയിലാണ്, അവിടെ ഈ ബംഗ്ലാദേശികളെ പിടികൂടിയ വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞു കാണും. ATSും അതോടൊപ്പം മിലിറ്ററി ഇന്റലിജൻസും ഒക്കെ ചേർന്നാണ് ഇവരെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ രാജ്യത്തുള്ളതിൽ ഏതാണ്ട് 20 കോടി ജനങ്ങളിലധികം ഇത്തരത്തിൽ അനധികൃതമായി ഈ രാജ്യത്തേക്ക് കടന്നു കയറിയ ആളുകളുണ്ട് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ആളുകൾ ബംഗ്ലാദേശിൽ നിന്നും വന്ന് ഇവിടെ താമസമുറപ്പിച്ച് ഇവിടെ അനധികൃതമായി ജോലി ചെയ്ത്, ഇനി ഇതൊന്നും തന്നെ ഒരു പരിധിവരെ സഹിക്കാം, ക്ഷമിക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, അത് കോൺഗ്രസ് ആകട്ടെ, തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ, CPIM ആകട്ടെ, ഏത് പാർട്ടി, പ്രതിപക്ഷത്തെ പാർട്ടിയായാലും ഇവരെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ ഇവർക്ക് ആധാർ കാർഡും ഇവർക്ക് തിരിച്ചറിയൽ കാർഡും മറ്റ് രേഖകളും ഒക്കെ തന്നെ നൽകി ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ കർണാടകയിൽ രാമനഗരയിൽ നിന്നൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. കുറേയധികം ബംഗ്ലാദേശികളെ ഈ SIR പ്രോസസ്സിന്റെ ഭാഗമായി അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരായ BLOമാരെ ഉപയോഗിച്ച് DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശികളെ ഈ വോട്ടർ പട്ടികയിലേക്ക്, SIR നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ അവരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഞെട്ടിക്കുന്ന വാർത്തയാണ്, ഭയപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തു വന്നത്. പക്ഷേ കുമാരസ്വാമിയെ പോലെയുള്ള അവിടെ നിന്നുള്ള മന്ത്രിമാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ കൃത്യമായ നടപടിയെടുക്കും എന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഈ SIR നടപടി കൊണ്ടൊരു ഫലവും ഉണ്ടാകില്ല. കോൺഗ്രസ് ഇപ്പോഴും ഈ ബംഗ്ലാദേശികളെ, ഈ ജിഹാദികളെ സംരക്ഷിച്ച് നിർത്തുകയാണ്. അവരുടെ വോട്ട് ബാങ്കായി ലക്ഷണമൊത്ത ഈ വിഘടനവാദ പ്രവർത്തനമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനാകില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അനധികൃതമായി നുഴഞ്ഞു കയറി അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് അവിടെ വോട്ട് ചെയ്യാനുള്ള അവസരം ആരെങ്കിലും നൽകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രിയ പ്രേക്ഷകരെ? അപ്പോൾ ആ വാർത്ത കുറച്ചുകൂടി ഭയപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. മറ്റ് വാർത്തകളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പോവുകയാണ്. അതായത് ആയുർവേദത്തെ ആഗോളതലത്തിൽ എത്തിക്കാൻ വൻ പദ്ധതി ഭാരതം തയ്യാറാക്കുന്നു എന്നതാണ് വാർത്ത. നീതി ആയോഗിന്റെ പ്രത്യേക റോഡ് മാപ്പ് ഇതിനായി പുറത്തിറക്കി എന്ന റിപ്പോർട്ടുകളും പുറത്ു വരുന്നുണ്ട്. നീതി ആയോഗ് വൈസ് ചെയർമാൻ പുറത്തിറക്കിയ റിപ്പോർട്ട് രാജ്യത്തിന് പുതിയ ദിശാബോധമാണെന്ന് ആയുഷ് മന്ത്രാലയം പറയുകയും ചെയ്യുന്നു. 2047ഓടെ വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ആയുഷ് മേഖലയിൽ വൻ കുതിപ്പിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാരും. വാണിജ്യം, ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവയിൽ വലിയ മാറ്റങ്ങൾ ഉടനുണ്ടാകും എന്നും പറയപ്പെടുന്നു. ആഗോള ആരോഗ്യ രംഗത്ത് ആയുർവേദത്തിന് പുതിയ സ്ഥാനമുറപ്പിക്കാൻ വിപുലമായ നടപടികളിലേക്ക് കടക്കുകയാണ് രാജ്യം. നിങ്ങൾക്കറിയാം, ഈ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ ഇരുന്ന സമയത്ത്, ഈ രാജ്യത്തെ അടക്കി ഭരിച്ചിരുന്ന സമയത്ത് ആയുർവേദത്തെ പരമാവധി തകർക്കാൻ അവർ ശ്രമിച്ചിരുന്നു.
ആ ഒരു ചവിട്ടിത്താഴ്ത്തലിൽ നിന്നും പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇവിടുത്തെ ഈ ആളുകൾ, ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന വിഭാഗം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന വിഭാഗം, അവർ ഒരു തരത്തിലും ആയുർവേദത്തെ കയറി വരാൻ സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്രധാനമന്ത്രിയുടെ പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റാണ് ഈ ആയുർവേദത്തെ ഉയർത്തിക്കൊണ്ടുവരിക. ഈ യോഗാദിനമടക്കം അദ്ദേഹം കൊണ്ടുവന്നതും ഈ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഗവേഷണമില്ലായ്മയാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ അതിനൊരു കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. വാണിജ്യ രംഗത്ത് സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഗവേഷണ രംഗത്ത് സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടത്തിന് രാജ്യം സാക്ഷിയാകാൻ പോകുന്നു എന്നതാണ് വാർത്ത. ഭാരതമല്ലാതെ മറ്റൊരു സംസ്ഥാനവും ഈ ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യാനുണ്ടാകില്ല എന്നുള്ളതും വസ്തുതയാണ്. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി വളരെ വേഗത്തിൽ പോയി നമ്മുടെ ഈ നേഷൻ ഫസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. സമയം അതിക്രമിച്ച് പോവുകയുമാണ്. അത് അയോധ്യയിൽ നിന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഈ അയോധ്യ വാർത്തകൾ എവിടെ എന്ന് ചില ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ യൂട്യൂബിൽ, ജനം ടി വിയുടെ യൂട്യൂബിൽ ചില കമൻറ്റുകൾ കാണാറുണ്ട്. അത് പേരൊക്കെ മാറ്റി നമ്മുടെ ചാനൽ കാണുന്ന ചില ആളുകളാണ് അത്തരത്തിൽ കമൻറ്റുകൾ ഇടുന്നത്. ഒരു ശ്രീധരൻ നമ്പ്യാർ എന്നൊക്കെയുള്ള പേരിൽ ചില ആളുകൾ നമ്മുടെ ചാനലിൽ വന്ന് കമൻറ്റുകൾ ഇടാറുണ്ട്. അപ്പോൾ അവരൊന്നും യഥാർത്ഥ ഐഡികളല്ല എന്നറിയും, എങ്കിലും അവർ മറ്റ് പേരുകളിലെങ്കിലും വന്ന് നമ്മുടെ ഈ വാർത്തകൾ കാണുന്ന സ്ഥിതിക്ക് അവർക്ക് കൂടിയുള്ള മറുപടിയാണ്. ഈ അയോധ്യ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് ഉത്തർപ്രദേശ് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇത് നിസ്സാരമായ ഒരു കുറ്റകൃത്യമായി കാണുകയല്ല യോഗി ആദിത്യനാഥ് സർക്കാർ എന്നുള്ളതാണ്. SIT അന്വേഷണം അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. SIT അന്വേഷണം മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് ഇപ്പോൾ പുതുതായി CBI അന്വേഷണത്തിലേക്ക് കൂടി കടക്കാം എന്നതാണ് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് SIT കണ്ടെത്തിയ തെളിവുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് CBIക്ക് കേസ് കൈമാറാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്കെതിരെ ആരോപണം നിലനിൽക്കുന്നുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തും അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും ഒക്കെ ഈ വിഷയത്തിൽ കുറ്റക്കാർക്ക് വേണ്ടി ഒരു തരത്തിലും ഇടപെടൽ നടത്തില്ല, ആര് തന്നെ കുറ്റകൃത്യം ചെയ്താലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ഒരു പടി കൂടി കടന്ന് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, ആ കേസിലെ പ്രതിയുടെ ടിന്നു യാദവിൻ്റെ വീട് ഇടിച്ചു പൊളിച്ച് കളയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അയാൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു എന്നതാണ് കിട്ടുന്ന വാർത്ത. അപ്പോൾ CBI അന്വേഷണവും ഈ പ്രതികളുടെ വീടുകൾ, അനധികൃത നിർമ്മാണം അത് ഇടിച്ചു പൊളിച്ച് കളയാനുള്ള തീരുമാനവും എടുക്കുന്നു യോഗി ആദിത്യനാഥ് സർക്കാർ എന്നാണ് വാർത്ത. അയോധ്യയിൽ വിശ്വാസികൾക്ക് ഒരു തരത്തിലും വിഷമിക്കേണ്ടി വരില്ല, ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമ്മൾ ഇന്നത്തെ നേഷൻ ഫസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അജിത് ഭാസ്കർ പറയുന്നു ഭാരത സംസ്ഥാനമല്ല നാവുപിഴ ആയിരിക്കും എന്നുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് തോന്നുന്നു. നാവുപിഴയാണ്, കാരണം നടു റോഡിൽ കുറേയധികം വാഹനങ്ങളും ഒക്കെ പോകുമ്പോൾ ഒരു സൈഡിലായി നിന്ന് ഈ വലിയ സൗണ്ടിനിടയിൽ നമ്മൾ സ്റ്റുഡിയോ സംവിധാനങ്ങളില്ലാതെ അവതരിപ്പിക്കുന്നതാണ് ഇത്. തത്സമയം നമ്മൾ പറഞ്ഞു പോവുകയാണ്, ഓർമ്മയിൽ നിന്നെടുത്ത് ഈ ഇടയ്ക്ക് ഫോണിലൊക്കെ ഒന്ന് നോക്കി നമ്മൾ പറഞ്ഞ് പോകുന്ന രീതിയിലാണ്, നിങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം നമ്മൾ അവതരിപ്പിക്കുന്നത്. ചെറിയ 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 തെറ്റുകുറ്റങ്ങളൊക്കെ ഇതിൽ സംഭവിക്കും, അത് ദയവായി ക്ഷമിക്കണം. ഇതിൻ്റെ ഉദ്ദേശം, ഈ ഒരു ബുള്ളറ്റിൻ്റെ ഉദ്ദേശം തന്നെ ദേശീയ തലത്തിൽ മറച്ചു വയ്ക്കപ്പെടുന്ന, ദേശീയ തലത്തിൽ വളച്ചൊടിക്കപ്പെടുന്ന വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് രാവിലെ തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ ധാരാളം വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ട് കാണും. കേരളത്തിലെ മാധ്യമങ്ങൾ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ദേശീയ വാർത്തകൾ വളച്ചൊടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നേഷൻ ഫസ്റ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ നേഷൻ ഫസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ 8 മണിക്ക് ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, വിശേഷങ്ങൾ, വിശകലനങ്ങൾ ഒക്കെയായി വീണ്ടും കാണാം. ഇന്ന് രാത്രി 9:30 നേഷൻ പ്ലസ് അരമണിക്കൂറിൽ ദേശീയ തലത്തിൽ സംഭവിച്ച മുഴുവൻ വാർത്തകളും
കോർത്തിണക്കിക്കൊണ്ടുള്ള ബുള്ളറ്റിനാണ്. ആ ബുള്ളറ്റിനുമായി രാത്രി 9:30 നമുക്ക് കാണാം.